കുഞ്ഞീദ് മദനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിന്റെ 93-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽപ്പെടാത്തത് എന്താവശ്യപ്പെട്ടാലും അതാണ് ശിർക്ക് ബ്രാക്കറ്റിൽ ബഹുദൈവാരാധന എന്നാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽപ്പെടാത്തത് ആവശ്യപ്പെട്ടാൽ അവൻ മുശ്രിക്കായി തീരും എന്നാണ് ഈ മൗലവി പറയുന്നത്. പരിശുദ്ധ ഖുർആനിലേക്ക് നമുക്ക് പതിയെ വരാം. സൂറത്തുൻ നംലിന്റെ 39-ാം വചനം, അയ്യുക്കും യഅ്തീനി ബിഅർശിഹാ, അവരുടെ ആ മഹാസിംഹാസനം ആരിങ്ങോട്ട് കൊണ്ടുവരുമെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നത് എന്റെ സഹസ്യരോട്. മനുഷ്യന് സാധ്യമല്ലാത്തൊരു സംഗതിയാണ് ആ പറയണത്. ഖാല ഇഫ്രീത്തും മിനൽ ജിൻ, ജിന്നുകളിൽ ഒരു മല്ലൻ വന്നിട്ട് പറഞ്ഞു, അനാതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്, അങ്ങ് എഴുന്നേൽക്കണതിന്റെ മുമ്പ് ഉച്ചന്റെ മുമ്പ് ഞാനത് കൊണ്ടുവന്നേരാം. മഹാനായ സുലൈമാൻ നബിക്ക് അത് പോരായിരുന്നു. ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായ തന്റെ ഭരണത്തിൽ ഖജനാവ് സൂക്ഷിപ്പിക്കാരനായിരുന്ന ആസഫിന് ബർഖിയ എന്ന് പറയുന്ന വലിയ പറഞ്ഞു, ഞാനത് കൊണ്ടുവന്നു വരാം. അങ്ങയുടെ കണ്ണൊന്നിങ്ങട് ഇമ വെട്ടി പൊങ്ങുന്നതിന്റെ മുന്നേ അർദ്ധനിമിഷം മതി, അപ്പോഴേക്കത് അവിടെ എത്തി. മൂപ്പരാൾ കൊണ്ടുവന്നു. തന്റെ മുന്നിൽ അത് സ്ഥിരപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വിനയാന്വിതം പറയുന്നു, അതാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യ. എന്റെ കൂട്ടരുടെ കൂട്ടത്തിൽ, എന്റെ അസ്ഹാബിന്റെ കൂട്ടത്തിൽ ഇത്രമേൽ ശക്തിയൊക്കെ ഉള്ള അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകളൊക്കെ നൽകിയിട്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു. ഇത് റബ്ബിന്റെ ഔദാര്യാണ്. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച ഷിർക്കിന്റെ നിർവചനവുമായി നമ്മൾ ഈ ആയത്തിനെ സമീപിക്കുക. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായ ആരോടെങ്കിലും മനുഷ്യ കഴിവിൽപ്പെടാത്തത് ആവശ്യപ്പെട്ട ഷിർക്കാവുന്നതാണ്. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠരാകുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷിർക്കിന്റെ ആളാന്ന് പറയേണ്ടി വരും. ഇതവിടെ നിൽക്കൂല. ലോക ചരിത്രത്തിൽ ഇതുവരെയും ഇത്തരം മനുഷ്യ കഴിവിൽപ്പെടാത്തത് ആവശ്യപ്പെട്ട നിരവധി മഹാന്മാരുണ്ട്. അവരൊക്കെ ഷിർക്കിന്റെ ആളുകളാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ ഉരക്കല്ലാണ് സൂറത്തുൽ ഇഖ്ലാസ്, അല്ലാഹു സ്വമദ്. ഈ സ്വമദ് എന്ന് പറയുന്ന വിശേഷണത്തോടുകൂടെ റബ്ബിന്റെ എല്ലാ വിശേഷണങ്ങളും കേൾവിയും കാഴ്ചയും മനുഷ്യരിൽ നിന്ന്, സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു. കാരണം അള്ളാഹു നിരാശ്രയനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവരാണ്. എന്നാൽ പടച്ച റബ്ബോ ആരെയും ആശ്രയിക്കുന്നില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി ആരുമേ ഇല്ല.